ഫിജി, ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല ടൗണിലാണ്. ഈ മലവെള്ളപ്പാച്ചിൽ പൂർണ്ണമായും തകർത്ത ഒരിടം എന്ന് പറയാം ഈ ചൂരൽമല ടൗൺ. അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ചെളിയായും മറ്റുമായും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഹിറ്റാച്ചിയും മറ്റ് സംവിധാനങ്ങളുമെല്ലാം എത്തിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് പിറകിലാണ് ബെയിലി പാലമുള്ളത്. ഈ ബെയിലി പാലം കടന്ന് ആവശ്യമായ ഘട്ടത്തിൽ ഈ ഹിറ്റാച്ചികളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ എത്തിക്കും. ഇവിടെ ആംബുലൻസുകൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. JCB ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, മറ്റ് ആംബുലൻസ് സംവിധാനങ്ങളുണ്ട്, ഒപ്പം പോലീസുണ്ട്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും സൈനികരും ഒപ്പം തന്നെ ഫയർഫോഴ്സും മറ്റ് ഒക്കെ നടന്നു വരുന്ന ഒരു കാഴ്ചയാണ്. സാർ, ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗം അതെ 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 ഇന്നിപ്പം മുണ്ടക്കയിൽ തുടങ്ങിയില്ലേ? ഇപ്പം ഞങ്ങളിവിടെ 0.78 ആണ്, മുണ്ടക്കൈ അല്ല. അതായത് വെള്ളാർമല നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 0.8, 0.7 എല്ലാ ഭാഗങ്ങളിലും ഫുൾ കവറേജിലാണ്. എല്ലാ ഭാഗങ്ങളിലും ഇന്ന് തന്നെ എല്ലായിടത്തും ില്ല എല്ലാ ഭാഗവും കൃത്യമായി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ പുഞ്ചിരിമട്ടത്തും ആറന്മലയിലും മാത്രമാണ് കുറച്ച് അവിടെ എത്തുന്നത്. കഴിഞ്ഞ ദിവസം പാലത്തിന്റെ വർക്ക് പൂർത്തിയാകാത്തതുകൊണ്ട് അങ്ങോട്ട് വണ്ടി പോകാനുള്ള ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഇന്ന് എല്ലായിടും ഒരു ഭാഗം ഒരു പോയിന്റ് പോലും ഒഴിവില്ലാതെ എല്ലായിടത്തും ഹിറ്റാച്ചി ആയിട്ടും ആളുകളായിട്ടും ഫയർഫോഴ്സ് ആയിട്ടും പിന്നെ സിവിൽ ഡിഫൻസ് ആയിട്ടും മിലിറ്ററി ആയിട്ടും എല്ലാവരും സന്നദ്ധ സേവന സംഘടനകൾ എല്ലാവരും കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ 6 സെക്ടറുകളായിട്ടാണല്ലേ വർക്ക്? ഓരോ സെക്ടറായിട്ടാണ് ഓരോരുത്തർക്ക് തിരിച്ചിരിക്കുന്നത്. ഞങ്ങൾ പാലക്കാട് ടീമിലാണ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഇതിലെ സിവിൽ ഡിഫൻസ് ആണ്. എന്തായാലും ഇവർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഭാഗമായുള്ള സിവിൽ ഡിഫൻസിൽപ്പെട്ട അംഗങ്ങളാണ്. ഇവർക്കുള്ള പോയിന്റ് എന്ന് പറയുന്നത് വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരമാണ്. അവിടെ രക്ഷാദൌത്യം തുടങ്ങി. വെള്ളാർമല GVHSS സ്കൂളിന്റെ പരിസരത്ത് തുടങ്ങി, ചൂരൽമല യുടെ അടിവാരത്ത് തുടങ്ങി, മുണ്ടക്കൈയിൽ തുടങ്ങി, ഇനിയിപ്പോൾ പുഞ്ചിരിപ്പത്തും ആറന്മലയിലും മട്ടമലയിലും. അത് അല്പസമയത്തിനകം, കാരണം ഇപ്പോൾ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. ഇന്നലെയൊന്നും ഈ ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ ഇവിടേക്ക് വരുമ്പോൾ കനത്ത മഴയുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു റെയിൻകോട്ടും ഒപ്പം തന്നെ കുടയും ചൂടിയിട്ട് പോലും നമ്മൾ നനയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്.